ഇപ്പൊ എങ്ങനെയുണ്ട് സുമിത്രേ? നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് തീരെ പറ്റില്ല. പുറം വേദന ഭയങ്കര പ്രശ്ന. ഒട്ടും വയ്യ ഇപ്പോ. ഇവനാണെങ്കിൽ അവിടെ ഒരു സമാധാനവും തരുന്നില്ല. നമുക്ക് സുമിത്രയെ പോയിന്ന് കാണാം, സുമിയോളൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞോലെ സുമി എന്തിയേ? അവളെവിടെങ്ങാനും കാണും. മോളെ സുമി, സുമി ഇന്നാ മോളെ കലണ്ടറാ കരയോഗത്തിന്ന്. ഇന്നാ പിടിക്ക്. ആ ചൂളി താഴെ ഇടറി. അല്ല, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഒരു ജോലിക്കൊക്കെ പോകണ്ടേ? വയസ്സ് 10-31 ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? നീ പോടാ. എന്താ അവക്ക് ഇത്ര ദേഷ്യം? ഒന്നും പറയണ്ട, അവളുടെ ഒരു ദേഷ്യം. കല്യാണം കഴിയുമ്പോ എല്ലാം ശരിയാവും. അവക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാ. സുമേഷ് മാസം മാസം കാശ് അയക്കുന്നുണ്ടാ ഇങ്ങനെയെങ്കിലും പോകുന്നത്. അവൻ അവിടുന്ന് ഒരു TV അയച്ചെന്നു. എന്നാൽ അതിനൊരു കേബിൾ കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞാൽ അതിനും അവൾ സമ്മതിക്കുന്നില്ല. അവൾ ഇവിടെ ഇങ്ങനെ മുതുക്കിയായി പുറന്നറിഞ്ഞിരിക്കാനാ പരിപാടി. ഈ വീടിനെ പറ്റി അവൾക്ക് ഒരു വിചാരവും ഇല്ല. മാസത്ത് ജോലിക്കൊന്നും പോകാണ്ട് മടി പിടിച്ച അമ്മേനെ പ്രായം കൊണ്ടാണ് ഇരുന്നോളൂ. അയ്യോ, അതൊക്കെ വീട് ചേച്ചി. ദേ സുമിത്രേ, എൻ്റെ അനിയനായതുകൊണ്ട് പറയല്ലേ കേട്ടോ, നല്ല ക്ഷമയുള്ള കൂട്ടത്തില. അതുകൊണ്ടല്ലേ സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ട് ഇതുവരെ വന്ന കല്യാണാലോചനകളൊക്കെ വേണ്ടാന്ന് വെച്ചത്. വയസ്സ് 45 കഴിഞ്ഞു, ഇപ്പോഴാ കല്യാണം കഴിക്കാൻ പോതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, നമ്മുടെ സുമിക്ക് 33 വയസ്സ് കഴിഞ്ഞല്ലോ. അവളെ ഇങ്ങനെ നിർത്താനാണോ പരിപാടി? അപ്പൊ സൗകര്യം പോലെ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അല്ല പിന്നെ ഡാ, ഇങ്ങോട്ട് വാടാ. ഈ പിശാച്ചിനെ തന്നെ കെട്ടണം ഈ മുതുക്കന്. ഇങ്ങോട്ട് നടക്കടാ. പോട്ടെ മോളെ. നീ ആരാന്നടി നിന്റെ വിചാരം? മൂക്കിലെ പല്ല് മുളയ്ക്കാറായി. അവനെങ്കിലും നിന്നെ കെട്ടാന്ന് സമ്മതിച്ചില്ല, അതന്നെ നിന്റെ ഭാഗ്യം. അയ്യേ, ആ കൊഷ്ണാപ്പനെയോ? അമ്മ തന്നെ കെട്ടിക്കോ. ഇത്രയും കാലം എന്നെ കെടുത്തത് പോരെ മോളെ. ഇനി നീ അമ്മേനെ കെട്ടിക്കാൻ നടക്കുന്നു അസത്ത്. അതേ, അമ്മ തന്നെ കെട്ടിക്കോ കൃഷ്ണാപ്പനെ. ചേച്ചി, തീരെ വയ്യ മോനെ. ഞാൻ ഈ സ്വീറ്റ്സ് തരാൻ വേണ്ടി വന്നതാ. മണ്ടം വിശ്വസിച്ചു. എന്നെ വീണ്ടും നാണം കെടുത്തിയപ്പോ സമാധാനം ആയല്ലോ നിനക്ക്? എങ്ങനെ നടന്നിരുന്ന ഞാനാ? നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, അതും പോയി. നീ ഇങ്ങനെ നടന്നോടി, ആർക്കും വേണ്ടാത്ത അസത്തെ. എടാ, നീ വീട്ടിൽ പോയിട്ട് എന്ത് പറയാൻ പ്ലാൻ? ഇയർ ബാക്ക് അടിച്ച് കിട്ടിയില്ലേ? ഇനിയിപ്പോൾ സപ്ലൈ കഴിഞ്ഞ് എഴുതി കഴിയുമ്പോൾ സമയാവും. എന്ത് സപ്ലി? പിന്നെ ജൂനിയേഴ്സിനോട് ഇനി ഇരിക്കാൻ ഞാൻ ഒരു തവണ ഇരുന്ന് എനിക്കറിയാം. വീട്ടിലേ ഇപ്പം ചേട്ടനില്ലാത്തതുകൊണ്ടേ നൈസായിട്ട് അച്ഛനെ ഇമ്പ്രസ് ചെയ്ത് ലോണിൻ്റെ കാര്യം സെറ്റാക്കി ബിസിനസ്സിൻ്റെ പരിപാടി നോക്കും. പിന്നെ ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്യും. എൻ്റെ അല്ലേ അച്ഛൻ, നമുക്ക് നോക്കാം. എന്താണങ്ങളെ കോഴിക്ക് മാർക്ക് കുറവാണോ? ഇനിയിപ്പോ ശരത്തിനായിട്ട് പഠിക്കായിരിക്കൂല്ലേ? ഈ കോഴിക്ക് പെടുത്ത് പഠിക്കണമെങ്കിലേ നിന്റെ ഒരു ഫ്ലെക്സ് വേണമെങ്കിൽ അടിയിൽ വയ്ക്കാം. അവന്റെ ഒരു കോണാത്തില തമാശ. അമ്മേ, എന്നാ വാവേ? നിക്കി, അച്ഛനെ വരട്ടെ, ഒരു കാര്യമുണ്ട്. അച്ഛ, ഒന്നിരിക്കൂ, ഒന്ന് സംസാരിക്കണം. വല്ല ഫോണിനോ ബൈക്കിനോ കാറിനോ ആണെങ്കിൽ മോനെ സുനിലെ വെറുതെ സമയം മെനക്കെടുത്തരുത്, അത് നടക്കത്തില്ല. ഇതാണ് അച്ഛന്റെ പ്രശ്നം. ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ പുച്ഛിച്ചോണ്ടിരിക്കും. നിങ്ങളൊന്ന് ചുമ്മാരി, വാവ പറയട്ടെ. അമ്മേ, ഈ വാവുകളിയൊന്നും നിർത്തൂ. എനിക്ക് 23 വയസ്സായി, ഞാനൊരു പുരുഷനാണ്. അതാണ് ഇപ്പൊ നിന്റെ പ്രശ്നം. കണ്ട പിന്നെയും പുച്ഛം. അച്ഛനെ എന്നോടൊന്ന് ഫ്രണ്ട്ലി ആയിക്കൂടെ? അതൊക്കെ അക്ഷയ അച്ഛനും അവരങ്ങാടെ ഇങ്ങടെ അച്ഛനെ വിളിച്ചാണ് കളിക്കുന്നത്. എന്ത് ഫ്രണ്ട്ലിയാന്നറിയൂ? അച്ഛനും ചേട്ടനും ഭയങ്കര കൂട്ടാണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനും ഫ്രണ്ട്ലി ആവാം. ശരി, എന്നാ പറ കുട്ട. കുട്ടനാ? പറ. അച്ഛാ, അച്ഛൻ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ശരിക്കും? എന്ത് ബിസിനസ് ആടാ? നമ്മുടെ സുഖേറിന്റെ പണ്ടത്തെ ഇന്റർനെറ്റ് കഫേ ഇല്ലേ, അതൊന്ന് പുതുക്കി പണിത് പുതിയ സിസ്റ്റം ഒക്കെ വെച്ച് ഒരു ഗെയിമിംഗ് വേൾഡ് പ്ലസ് ഇന്റർനെറ്റ് കഫേ. നല്ല സ്കീമാണ് അച്ഛാ. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ
ഗെയിമിംഗ് ഒക്കെ നോക്കി നടക്കണം. അത് പ്ലസ് ഇന്റർനെറ്റ് കഫേ അല്ലേ, ഒരു കാപ്പി കൊടുക്കാം. സത്യം പറയല, എനിക്ക് ഈ അച്ഛനെയും ചേട്ടനെയും പോലെ എംപ്ലോയ്മെന്റ് ലൈഫിൽ വലിയ താല്പര്യമില്ല. എനിക്ക് എന്റേതായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു കിങ്ഡം ഉണ്ടാക്കണം. അല്ല ഇതിനൊക്കെ നല്ല കാശാവൂലേടാ? ആ ഒരു 5 ലക്ഷം രൂപയൊക്കെ വരുള്ളൂ. അച്ഛനൊരു ലോൺ എടുത്താൽ മതി. അയ്യോ അത് മതിയോടാ കുട്ടാ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇടാൻ പോകുന്ന സ്ഥാപനത്തിന്റെ പേരെന്താണെന്നറിയോ? സുനിൽ താമരാക്ഷൻ ഗെയിമിംഗ് വേൾഡ്. പോടാ കുട്ടാ. കാര്യമെന്ന് വെച്ചാ പിന്നെണ്ടല്ല, 1 വർഷം കൊണ്ട് നമ്മൾ ഈ സ്ഥാപനം ഹിറ്റാക്കും, ലോൺ അടച്ചു തീർക്കും. എന്നിട്ട് ഞാൻ അടുത്ത ബ്രാഞ്ച് തുടങ്ങും, സുനിൽ താമരാക്ഷൻ ഗെയിമിംഗ് വേൾഡ് 2. പോടാ കുട്ടാ. അച്ഛൻ സീരിയസ് ആണേ, അച്ഛൻ്റെ ഒരു ടൈം. പോടാ. അവന്റെ ഒരു ഗെയിമിംഗ് വേൾഡ്. സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കാൻ നോക്ക്, എന്നിട്ട് സ്വന്തം പൈസ കൊണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ നോക്ക്. അവന്റെ ഒരു കിങ്ഡം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടുമെന്ന് വിചാരിക്കരുത്. നിന്റെ ചേട്ടനെ കണ്ട് പഠിക്കടാ. അവനിപ്പോ നല്ലൊരു ജോലിയുണ്ട്, സ്വന്തമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് അച്ഛന്റെ പൈസക്ക് നാട്ടുകാരെ പിള്ളേരെ കളിപ്പിക്കാൻ നടക്കും ഒരു ബിസിനസ്സുകാരൻ. ഇവ എങ്ങനെയാണ് ഈ വീട്ടിൽ വന്ന് പറഞ്ഞത്? എന്തോന്ന് താമരാക്ഷൻ ഗെയിമിംഗ് വേൾഡ്. നന്നായി വളർത്തി കളഞ്ഞ്. പോക്കോ എന്താ ആ ശരവാണ വീട്ടിലെത്തിയ അതെന്റെ ഒരുത്തം കാരണമാണ് ഞാൻ ഈ ബിടെക് എടുക്കേണ്ടി വന്നത്. അതിനിപ്പച്ചാ ബിടെക്കാണ് ഫ്യൂച്ചർ, ബിടെക്കാണ് മറ്റേത്. എന്നിട്ട് ഇപ്പൊ എന്തായി, വീണ്ടും ഞാൻ ഇയർ ബാക്ക് അടിച്ചതാ. മോനെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, നമ്മളെക്കാ പ്രായം കുറഞ്ഞ ചെക്കന്മാര് നമ്മളെ പേര് വിളിക്കണത്. നമുക്കൊരു ഈഗോയുടെ വിഷ്ണു. എന്നിട്ട് വീട്ടിലെന്ത് പറഞ്ഞു? വീട്ടിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല, വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് ഒരു ബിസിനസ് പ്ലാൻ ഒക്കെ പറഞ്ഞു. ലോണിന്റെ കാര്യമൊക്കെ ചോദിച്ചു. പക്ഷെ പതിവോ അല്ലേ, ശരവാണത്തിന്റെ ബാധ പിന്തുടരാൻ പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? പയ്യെ അറിയടാ, ഒന്നുമില്ലെങ്കിലും അച്ഛന്റെ പ്രായമില്ലേ. പോട്ടെ, ബാറ്റ് ചെയ്യട്ടെ. വേസ്റ്റല്ലേ തരാട്ടാ, കാണിക്കടാ. ഇനി ഈ സപ്ലി ഒക്കെ എഴുതിയെടുത്ത് എന്റെ അമ്മോ ആലോചിച്ചിട്ട് തന്നെ ടെൻഷൻ ആവുന്നു. നീ എന്നെ ടെൻഷൻ ആക്കല, എന്തേലും ഐഡിയ ഉണ്ടേ പറയടാ. വീട്ടിൽ നിന്നൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് കുറച്ച് ലോക്കൽ പരിപാടിയാണ്. നിനക്ക് എന്റെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചൂടെ? അയ്യേ, അവനൊക്കെ സെറ്റപ്പ് ആയിട്ട് ജീവിക്കണമെന്ന് വിചാരിക്കണം. ഞാൻ അവനോട് കാശ് ചോദിക്കാം. ഇതിൽ നല്ല സപ്ലൈ എഴുതിയെടുക്കണം. അയ്യേ അത് വേണ്ട. അയ്യേ ഞാൻ വെറുതെ കലിപ്പാണല്ലേ ഇത്. വാ. ഒന്ന് അടങ്ങണേ. നിനക്ക് നാണമില്ലേടാ? മാക്രി പിള്ളേരൊന്ന് അടികൊണ്ട് ചാവാനായിട്ട്. എന്റെ അമ്മേ, ഇപ്പൊ പോയാനേ താഴെ. ഈ പിള്ളേരൊക്കെ എന്ത് റോളാടാ? എടാ ഒന്ന് അടങ്ങണ എന്റെ ചുക്കൂറെ. അമ്മമാര് ബാറ്റും ബോളും കൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നാളെ തൊട്ട് ഇവിടെ ഒന്ന് വായം പൊളിച്ചിരിക്കാനേ പറ്റുവേ. പക്ഷെ നമ്മുടെ ഒരു അവസ്ഥ സുഖം ആരെങ്കിലും മിണ്ടുവരുന്ന നമ്മുടെ സ്വന്തം ബാറ്റും ബോളും കമ്പ്യൂട്ടർ കഫേയും. പക്ഷെ എന്ത് രസമായിരുന്നു. പുള്ളി ഒരു സംഭവമായിരുന്നടാ. പിന്നെ അതിനിപ്പോ എന്താ മാറ്റം? പുള്ളി മറ്റേ FBD പരിചയപ്പെട്ട ചിക്കനെ കെട്ടി കോട്ടയത്ത് സെറ്റല്ലേ. അതിനെയാണോ കെട്ടിയത്? അവർക്ക് പുള്ളികളും പ്രായല്ലേ? പ്രായത്തിലൊക്കെ എന്താ കാര്യം? ചോദിക്കുമ്പോ ക്യാഷ്, പിന്നെ വാരിക്കോരി തരുന്ന സ്നേഹം, വേറെന്തെങ്കിലും വേണോ? എന്തിനാണ് വേറെ വേണ്ട. എന്തിന്? എടാ വാവേ, നിനക്കും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? ഏതെങ്കിലും ഒരു സെറ്റിലായ പെണ്ണിനെ സെറ്റ് ചെയ്യുക, ബാക്കിയെല്ലാം അവള് നോക്കിക്കോളൂലേ? കാശി, സ്നേഹം, മോനെ ഇവനൊക്കെ ഒട്ടാണല്ലോ. ക്യാപ്റ്റൻ അടങ്ങ്.